ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ നല്ല സന്തോഷമുള്ള ഒരു വ്യക്തിയാണോ? എങ്ങനെ നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ഒരു വ്യക്തിയായി മാറാം? ഹൗ ക്യാൻ യു ബിക്കം എ മോർ ജോയ്ഫുൾ പേഴ്സൺ? പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്യുന്നതനായ ഒരു ദൈവം, സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനങ്ങൾ 57:2 വചനം ഇങ്ങനെ പറയുന്നു: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തെ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ, നമ്മുടെ ചാരെ ഉള്ളത് അത്യുന്നതനായ ഒരു ദൈവമാണ്. നമ്മുടെ കൂടെ നടക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഈ ലോകം സൃഷ്ടിച്ചവൻ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. ആ ദൈവം എങ്ങനെയുള്ളതാണ്? നമുക്കറിയാം, നമ്മളോട് ഒത്തിരി സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, അല്ലെ? സങ്കീർത്തനങ്ങൾ 145:8 പറയുന്നു: കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ഇതുപോലെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം, നമ്മൾ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ കരുണയോടെ നോക്കുന്ന ദൈവം, നമ്മുടെ തെറ്റുകളും കുറവുകളും കുറ്റങ്ങളും എല്ലാം നമുക്കുണ്ടായിരുന്നിട്ട് പോലും അതൊന്നും മാനിക്കാതെ, അതൊന്നും നോക്കാതെ നമ്മൾ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ നമ്മളെ മാറോട് ചേർക്കുന്ന ആ കരുണയുള്ള ദൈവം, നമ്മളോട് ക്ഷമിക്കുന്ന ദൈവം, ഇത്രയും സ്നേഹസമ്പന്നനായ, കരുണാമയനായ, ക്ഷമാശീലനായ ആ ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളെന്ന വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ ദൈവം എനിക്ക് ആരാണ്? എൻ്റെ ആരാണ് ഈ ദൈവം? ഞാൻ ദൈവത്തിൻ്റെ ആരാണ്? ഈ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ രണ്ടാമത് കടന്നു വരുന്നത്. യോഹന്നാൻ 1:12 പറയുന്നു: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. 1 യോഹന്നാൻ 3:1 വചനം ഇങ്ങനെ പറയുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അപ്പോൾ നമ്മൾ ആരാ? ദൈവം എനിക്ക് ആരാണ്? പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ അപ്പനാണ്, നാം ആ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ പൊന്നോമന മകനാണ്, പൊന്നോമന മകളാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ പിതാവാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്, അത്യുന്നതനായ ദൈവം, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുവാൻ കഴിവുള്ള ദൈവം എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണ് എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. പിന്നീട് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു കാര്യമാണ്, ആ പിതാവിന്, ആ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, നല്ലൊരു പദ്ധതിയുണ്ട്. ജെറമിയ 29:11 പറയുന്നു: കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതി, ശുഭമായ, പ്രത്യാശയുള്ള വലിയൊരു പദ്ധതി ഉണ്ട് എല്ലാവരെ കുറിച്ചും കർത്താവിന്. ആ കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പ്രിയപ്പെട്ടത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. കർത്താവിൻ്റെ മനസ്സിലാണ് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും, എന്നെക്കുറിച്ചും, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള പദ്ധതി ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് കർത്താവിൻ്റെ മനസ്സറിയാൻ പറ്റുക? പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ മാതാപിതാക്കളെ നമ്മളൊന്ന് ഓർത്തെ, നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ അവർക്കറിയാം, നമുക്കറിയാം അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന്, അല്ലെ? അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ വികൃതികളൊക്കെ ഒപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ നമുക്കറിയാം അവരെങ്ങനെയാണ്, അവരത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവിടെ നമ്മളോട് പറയാമെന്ന് പോലും നമുക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ മനസ്സറിയാം. എന്തുകൊണ്ടാണ് നമുക്ക് അവരുടെ മനസ്സറിയാൻ പറ്റുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും, അപ്പൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവർ, വേറെ ഒന്നുമല്ല, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഇൻറ്റിമസി ഉണ്ട്.
ഇതാണ് നിങ്ങൾക്ക് അവരുടെ മനസ്സറിയാൻ പറ്റുന്നത്, അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവുമായിട്ട് ദൈവവുമായിട്ട് നല്ലൊരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക്, ഒരു ഇൻറ്റിമസിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ ഈശോയുടെ കർത്താവിൻ്റെ മനസ്സ് നമുക്കറിയാൻ പറ്റും. പ്രിയമുള്ളവരെ, ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവിൻ്റെ മനസ്സറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരുടെയൊക്കെ മനസ്സ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ഇവരോടുള്ള വലിയൊരു അടുത്ത ഒരു ബന്ധത്തിലൂടെയാണ്. അപ്പം ഇങ്ങനൊരു ബന്ധത്തിലേക്ക് കടന്നു വരാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്താ, എന്നെക്കുറിച്ച് എൻ്റെ കർത്താവിനുള്ള ഇഷ്ടം എന്താ, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവഹിതം എന്താണ്, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇവിടെ എന്താ പറയുന്നത്? 3 കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, രണ്ടാമത് പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, മൂന്നാമത് പറയുന്നു എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ആഴത്തിലേക്ക് പോകേണ്ട ഒരു വചനം. ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് പറ്റും. ഒന്നാമത് ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ കാര്യം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് പറയുന്ന വചനത്തിൽ നിങ്ങൾക്ക് ശരിക്കും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ആൻസർ എങ്ങനെയായിരിക്കും? അതായത് ഇല്ല, എപ്പോഴും എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞെന്താ? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അതും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നിങ്ങളെല്ലാം പറയുന്നത് എപ്പോഴും അങ്ങനെ ഇടപെടാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കാം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് പറയുന്നതാണ് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. നമ്മളിവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. 1, 2, 3 എന്നുള്ളത് നമ്മൾ തിരിച്ചിടാൻ പോവാണ്. ഒന്നാമത്തത് എന്തായിരുന്നു? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. രണ്ടാമത് ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. മൂന്നാമത് പറയുന്നു എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. നമ്മൾ അവസാനത്തെ മൂന്നാമത്തെ നമ്മൾ ആദ്യം എടുക്കുകയാണ്. ഇതാണ് നമ്മളൊന്ന് ശരിക്കും ധ്യാനിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അതായത് മൂന്നാമത്തെ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക, നമ്മൾ ഒന്നാമതായിട്ട് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന കോർ, അതായത് ധ്യാനിക്കുന്ന മെയിൻ ഒരു കാര്യം ഇതാണ്: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് തുറന്നു ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മൾ ഇന്ന് മുതൽ ഉള്ളിലേക്ക് ചോദിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലും, ഓരോ സാഹചര്യം, ഓരോ മൊമെന്റിലും എനിക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈയൊരു സത്യം, അതായത് ഈയൊരു ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വലിയൊരു സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വളരെ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം ചേച്ചിമാരൊക്കെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഗ്ലാസ് പെട്ടെന്ന് കയ്യിൽ നിന്ന് വീണ് താഴെ വീണ് പൊട്ടി, എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? പെട്ടെന്ന് എന്തായിരിക്കും നിങ്ങൾ പറയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വ്യത്യസ്തങ്ങളായിരിക്കാം നിങ്ങളുടെ പ്രതികരണം. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾക്ക് പറയാൻ പറ്റണം. 3 കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു 3 വേർഡ്, 3 സെന്റൻസ്, ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടിപൊളി മാറും. അപ്പം ഇപ്പം ബൈ ചാൻസ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചെറുതും വലുതുമായ എന്തുമായിക്കൊള്ളട്ടെ, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മുടെ വർക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ബോസ് നമ്മൾ ഷൗട്ട് ചെയ്തു, നമ്മൾ വഴക്ക് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് ഊഹിക്കാം, നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? വ്യത്യസ്തങ്ങളായിരിക്കാം, എങ്കിലും ഇതിലെല്ലാം വരുന്ന കാര്യങ്ങൾ ഒരു നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലി പോയി, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസ് എന്തായിരിക്കും?
കൂടുതലും ഒരു നെഗറ്റീവ് റെസ്പോൺസ് വരാനായിരിക്കും സാധ്യത. പക്ഷെ ഇവിടെയെല്ലാം 3 കാര്യങ്ങൾ നിങ്ങൾ പറയണം. 3 കാര്യങ്ങൾ. ഒന്നാമത് താങ്ക് യു ജീസസ്, രണ്ടാമത് പ്രൈസ് യു ജീസസ്, മൂന്നാമത് ലവ് യു ജീസസ്. ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഈശോയെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു 3 കാര്യം, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്, നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ മാറ്റങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 100 കണക്കിന് സാഹചര്യങ്ങൾ, 100 കണക്കിന് അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. 100-ൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ പറയും, ഓട്ടോമാറ്റിക് പറയും, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയും, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. ഞാനിവിടെ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 2018 ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ദിവസം എൻ്റെ ജോലി പെട്ടെന്ന് പോവാണ്. ഞാനന്ന് അറിയാണ് എൻ്റെ ജോലി പോയി. അത് അറിഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറോളം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമത്തിലേക്ക് നമ്മൾ പോയി. എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലി പോകാന്ന് അറിയുമ്പോൾ നമുക്കൊരു വിഷമം വരും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചാർജായി എൻ്റെ ഉള്ളിലേക്ക് വന്നു. എൻ്റെ കർത്താവ് അറിയാതെ, എൻ്റെ അപ്പൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. ഈ ഒരു വലിയൊരു ശക്തി എന്നിലേക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞാൽ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സെയിം ഡേ എനിക്കൊരു കോൾ വരാണ്. ജീസസ് യൂത്ത് ഒരു കൂട്ടായ്മയിൽ നിന്ന് വിളിച്ചിട്ട് ഒരു പയ്യൻ പറഞ്ഞു, ചേട്ടാ ഇന്ന് അവിടെ നിന്ന് പ്രയറിന് ശുശ്രൂഷയ്ക്ക് വരാൻ പറഞ്ഞ ആ ഒരു ചേട്ടൻ വരാൻ പറ്റില്ല, അപ്പോൾ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന ദിവസം തന്നെ ഞാൻ വൈകിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ പോയി ഞാൻ കയറി നിന്ന് ആദ്യമായി പറഞ്ഞ കാര്യം ഇതാ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ഇന്ന് എൻ്റെ ജോലി പോയി. അപ്പം എല്ലാവരും ഇങ്ങനെ ഭയങ്കര അതിശയത്തോടെ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാനിത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ തോന്നുന്നത്, ഇപ്പം കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ ആ ഒരു മാസത്തിൽ എനിക്ക് പെട്ടെന്ന് ഈ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷനായിട്ട് കംപ്ലീറ്റ് എൻ്റെ യൂറിൻ ബ്ലോക്കായിപ്പോയി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി യൂറിൻ പോകാതെയായി. അപ്പം പോകാതെ വന്നപ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങി നന്നായിട്ട്. അപ്പം വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകുമല്ലോ എന്ന് വിചാരിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ 7 മണി, 8 മണി, 9 മണി ഒക്കെ ആയപ്പോഴേക്കും ബ്ലാഡർ ഫുള്ളായി. സെയിം ടൈം ഇൻഫെക്ഷൻ ആയതിൻ്റെ പേരിൽ നല്ല പെയിനുണ്ട്, അതുപോലത്തെ വേദനയുണ്ട്, നല്ല വേദന. ബ്ലാഡർ ഫുള്ളായി, വാഷ്റൂമിൽ പോകുന്നു, യൂറിൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാം, ചിന്തിക്കാം. അതായത് അതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ആ സമയത്ത് കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് ഒട്ടും പറ്റാതെ ആയപ്പോൾ ഒരു 10 മണി 9:30 ആയി തോന്നുന്നു. 9:30 ആയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ ഒരു മോളെ, തൊട്ടടുത്ത വീട്ടിലെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മോളെ, 19-20 വയസ്സുള്ളൂ. ആ കുട്ടി വന്ന് ഡ്രൈവ് ചെയ്ത് എന്നെ ഇവിടെ ദുബായിൽ ആസ്റ്റർ കിസൈസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സേറൗണ്ട് ഒരു 30-35 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പം ഈ ഒരു സമയം ഞാൻ ഇപ്പോഴും മനസ്സിലോർക്കുന്നുണ്ട്. നമുക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു വേദനയും അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോവാം. പക്ഷെ ആ സമയത്ത് ഞാൻ തുറന്നു പറയാണ്, ഞാൻ പറഞ്ഞ വാക്കത്രയുള്ളൂ, ഈശോയെ നന്ദി, നന്ദി ഈശോയെ, നന്ദി, 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 നന്ദി ഈശോയെ. ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം അവിടെ എത്തി, അത് ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 1 ആഴ്ചയോളം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പം ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് മുന്നേ കിട്ടിയിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ആ സമയത്ത് പറഞ്ഞിരുന്നത്, നന്ദി, നന്ദി ഈശോയെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി. ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവർ ഞങ്ങൾ പറഞ്ഞിരുന്നത്, തുറന്നു പറയാതെ. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഫ്രൂട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു റിസൾട്ട് നിങ്ങളോട് ഞാൻ പറയാം. ആ 1 ആഴ്ചയോളം ഞാനും എൻ്റെ വൈഫും അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേരൊക്കെ ഞങ്ങൾ കാണാൻ വന്നിരുന്നു. അപ്പൊ ഇവരെല്ലാം കാണാൻ വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്താ ഇത്രയും സന്തോഷം, നിങ്ങളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ,
സത്യം പറയാലോ, ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ശക്തി, എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു എന്താ പറയാ, ഭയങ്കര ആനന്ദം ഉള്ളിലേക്ക് കടന്നു വരാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ അത്രയും വേസ്റ്റ്, അത്രയും മോശമാണ്. എന്ന് വെച്ചാൽ CRP-5 ഉണ്ടാകേണ്ട സമയത്ത് എൻ്റെ കൗണ്ട് ബ്ലഡിലെ 171 ആയി, നെക്സ്റ്റ് ഡേ ഇപ്പോൾ 180 ആയി. ഇൻഫെക്ഷൻ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, സ്പ്രെഡ് ആവുന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ മനസ്സിലെ, ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സമാധാനത്തെയോ ആനന്ദത്തെയോ കെടുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, അവിടെ പറയാൻ പറ്റണം, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ചെറിയ കാര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് നിലത്ത് വീഴുമ്പോൾ നമ്മൾ അയ്യോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻസിൽ പോകണവരും താങ്ക് യു ജീസസ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥ കേടി വരുമ്പോൾ ആദ്യം നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരേണ്ട ഉള്ളിൻ്റെ ഉള്ളിൽ താങ്ക് യു ജീസസ്. മറ്റുള്ളവർ നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ, നമ്മളെ കുറ്റം പറയുമ്പോൾ, വേദനിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ഇത് അധരം തുറന്ന് പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ വിവേകപൂർവ്വം തന്നെ നമുക്ക് പറയണം. അപ്പോൾ നമ്മൾ ഉള്ളിൽ പറയണം, ഈശോയെ നന്ദി, നന്ദി ഈശോയെ, നന്ദി, നന്ദി ഈശോയെ. നിങ്ങളിങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായുള്ള വലിയൊരു ആനന്ദവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല, ഇനി സംഭവിക്കുകയില്ല. കർത്താവ് പച്ചക്കൊടി കാട്ടാതെ നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഈ ഒരു വിശ്വാസത്തോടെ എല്ലാറ്റിലും നന്ദി പറയാം, എല്ലാത്തിലും നന്ദി പറയാം. ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിവുള്ള അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ, എൻ്റെ പ്രത്യാശ. ഇത് നീ ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ഏറ്റെടുക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് റോമ 8:28 വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പ്രേരിപ്പിക്കുന്നു. ഇത് നമുക്ക് ഏറ്റെടുക്കാം, വിശ്വസിക്കാം. നീ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര ആർത്തലയ്ക്കുന്ന തിരമാലകൾ നിന്നിലേക്ക് കടന്നു വന്നാലും, എത്ര ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാണെങ്കിലും, അതിൻ്റെ നടുവിലെല്ലാം നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ടാണ് യേശയ്യാ 43 1, 2, 3 വചനം പറയുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം, ആ കർത്താവ് പറയുന്നു, 4-ാം വാക്യം പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. You are precious in my sight and honored and I love you. ഇതാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഏറ്റെടുക്കാം. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നന്ദി പറയാം. ഇന്നു മുതലൊരു തീരുമാനമെടുക്കാം, നന്ദിയുടെ ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, സ്തുതിയുടെ ഒരു ജീവിതം. സ്തുതിയുടെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? പരാതി, കംപ്ലൈൻറ്റ്. അപ്പൊ ഇന്നു മുതലൊരു തീരുമാനമെടുക്കാം, എൻ്റെ ജീവിതത്തിൽ പരാതികളില്ല, കംപ്ലൈൻറ്റുകളില്ല, നന്ദിയും സ്തുതിയും മാത്രം. ഇതങ്ങോട്ട് ഏറ്റെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ചുരുക്കി പറഞ്ഞ, ഒരു ദിവസത്തിൽ 100 കണക്കിന് അവസരങ്ങൾ കിട്ടും നന്ദി പറയാൻ. നമ്മൾ പറയും, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എന്തുകൊണ്ടെന്നാൽ നമ്മളിങ്ങനെ സ്തുതിയും നന്ദിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഈശോയും തമ്മിൽ കണക്റ്റഡ് ആകും. ഈ ഒരു കണക്ഷനിലേക്കാണ് കർത്താവ് വിളിക്കുന്നത്. ഇങ്ങനെ എപ്പോഴും നമ്മൾ തമ്മിൽ ഇങ്ങനെ, ഞാനും എൻ്റെ കർത്താവും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു സ്വിച്ച് ഇടുകയാണെന്നിരിക്കുക. അപ്പൊ അത് സ്വിച്ച് ഇവിടെയാണ്, ബൾബ് ഇവിടെയാണ്. ആ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യും.
ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻസുലേറ്റഡ് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആർക്കെങ്കിലും തൊടാൻ പറ്റും? ഒരാൾക്കും അവിടെ തൊടാൻ പറ്റില്ല. എന്തുകൊണ്ടാല് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ കർത്താവും തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ അത് എന്തിലൂടെയാ കണക്റ്റഡ് ആവുന്നത്? അതിലൂടെ എന്താ ഒഴുകുന്നത്? ഇതിലൂടെ വൈദ്യുതി ഒഴുകുന്ന പോലെ അതിലൂടെ ഞാനും എൻ്റെ കർത്താവും എന്ത് വന്നു? പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ജ്വലനം ഉണ്ടാവും, പരിശുദ്ധാത്മാവിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും. ഇങ്ങനെ ഞാനും എൻ്റെ ദൈവവുമായിട്ട് കണക്ഷനിലൂടെ കണക്റ്റഡായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഫ്ലോ നമ്മളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിന്മയ്ക്കും നമ്മൾ തൊടാൻ സാധിക്കില്ല, ഒരു ശക്തിക്കും നമ്മൾ തൊടാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും വലിയൊരു ശക്തി. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന. ഞാനും എൻ്റെ കർത്താവും തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഓട്ടോമാറ്റിക് നടക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം എല്ലാത്തിലും നന്ദി പറഞ്ഞ് ഇടപെടാതെ ഈശോയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ആ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ, എപ്പോഴും ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മളൊന്നും അലട്ടുകയില്ല, ഒരു ആകുലതയും നമുക്കുണ്ടാവുകയില്ല. ആ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, കൊതിക്കും. ആ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളൂ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്നുള്ളൊരു ബോധത്തിലേക്ക് കടന്നു വരാം. ആ ദൈവം അത്യുന്നതനാണ്, സർവശക്തനാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ്. വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരാം. ആ ദൈവം എൻ്റെ അപ്പനാണ് എന്നുള്ളൊരു വലിയൊരു ബോധത്തിലേക്ക് കടന്നു വരാം. ആ അപ്പൻ്റെ ഇഷ്ടം എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രകാശിപ്പിക്കുക. ആ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഉള്ളിൽ ഈശോയെ, അങ്ങയുടെ ഇഷ്ടം കർത്താവെ നിറവേറ്റുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. എപ്പോഴും നന്ദി പറയാനുള്ള കൃപ തരണമേ. പരാതിയില്ല ജീവിതത്തിൽ. നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ മുറിപ്പെടുത്തിയവരോട്, നമ്മളെ ചതിച്ചവരോട് ആ സമയത്തൊക്കെ, ഈ സമയം നിങ്ങൾ അവരെയൊക്കെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പറയും, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കർത്താവിന് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെ നാളുകളായി തീരട്ടെ. ഇങ്ങനൊരു തീരുമാനമെടുക്കാം. ഇനി എൻ്റെ ജീവിതം എത്ര ദിവസമുണ്ട്, എത്ര മാസമുണ്ട്, എത്ര വർഷമുണ്ട് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഒരു തീരുമാനമെടുക്കാം, ഇനി നന്ദിയുടെ ഒരു ജീവിതമായിരിക്കും. പരാതി എൻ്റെ ജീവിതത്തിലില്ല. എന്തൊക്കെ സംഭവിച്ചോട്ടെ, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പിന്നെന്തിന് ഞാൻ ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ ഏറ്റെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഈശോയുടെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകും. റോമ 5:5 വചനം പറയുന്നു, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹത്തിലേക്ക് ദൈവം നമ്മൾ കൊണ്ടുകൊണ്ട് പോകട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.